കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ടെഹ്റാനെ ബന്ധിപ്പിക്കുന്ന മറ്റ് സ്ഥലങ്ങളുമായി ടെഹ്റാനെ ബന്ധിപ്പിക്കുന്ന ഇറാന്റെ B1 ബ്രിഡ്ജ് അമേരിക്ക നിഷ്പ്രയാസം തകർത്ത് തരിപ്പണമാക്കിയത്. ആ പാലം ഇപ്പോൾ 2 കഷ്ണങ്ങളായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ഇറാന് കഴിയുന്നതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. 2 അമേരിക്കൻ വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. അതിൻ്റെ പൈലറ്റ് അതിസാഹസികമായി രക്ഷപ്പെടുകയും ചെയ്തു. എവിടെയാണ് പൈലറ്റ് നിലവിലുള്ളത് എന്ന് ആർക്കും തന്നെ അറിയാത്തൊരു സാഹചര്യം. പക്ഷെ അപ്പോഴും ഇപ്പോൾ നമ്മുടെ അമേരിക്കയെ മാത്രമല്ല ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ലക്ഷ്യ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഇറാന്റെ ഹിറ്റ് ലിസ്റ്റ് ഏതൊക്കെയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ 8 പാലങ്ങൾ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് വരുന്നത്. വടക്കൻ നഗരമായ കരാജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത US ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ആക്രമിക്കുമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. ഗൾഫിലെയും ജോർദാനിലെയും പ്രധാന പാലങ്ങൾ IRGCയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് ഫ്രാൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലെ ഷെയ്ഖ് ജബാർ അൽ അഹമ്മദ് അൽ സബാഹ് കടൽപ്പാലം, UAEയിലെ അൽ മക്ത പാലവും ഷെയ്ഖ് ഖലീഫ പാലവും, സൗദി അറേബ്യയിലുള്ള ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ, ജോർദാനിലെ കിങ് ഹുസൈൻ പാലം, ഡാമിയ പാലം, അബ്ഡൌൺ പാലം എന്നിവയാണ് IRGC ലക്ഷ്യമിടുന്നത്. വ്യാഴാഴ്ച ഇറാനിലെ ഏറ്റവും ഉയരം കൂടിയ B1 പാലത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പാലം ഭാഗികമായി തകർന്നിരുന്നു. 136 മീറ്റർ ഉയരമുള്ള നിർമ്മാണത്തിലിരുന്ന പാലത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനെ പടിഞ്ഞാറൻ നഗരമായ കരാജുമായി ബന്ധിപ്പിക്കുകയാണ് പാലത്തിന്റെ ലക്ഷ്യം. ഇറാനെ ശിലായുഗത്തിലേക്ക് ബോംബെറിഞ്ഞ് തിരിച്ചയക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയായിരുന്നു ഈ അറ്റാക്ക്. സംഭവത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനിൽ നിന്നും ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ ജലശുചീകരണ പ്ലാന്റും എണ്ണ ശുചീകരണശാലയും ഇറാൻ ആക്രമിച്ചു. UAEയിലെ ഗ്യാസ് പ്ലാന്റും വെള്ളിയാഴ്ച രാവിലെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന US ഭീഷണി തുടർന്നാൽ പ്രാദേശിക ഊർജോൽപാദക കേന്ദ്രങ്ങളെയും US ഓഹരി ഉടമകളെയും കമ്പനികളെയും ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കൻ ഭരണകൂടത്തെയും ജനതയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നതാണ്. ദക്ഷിണ ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിനായുള്ള തെരച്ചിൽ തുടരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് 1979 ആ പഴയ ഹോസ്റ്റേജ് ക്രൈസിസ് ആണ്. അത് ആവാതിരുന്നാൽ മതി എന്നാണ് പ്രാർത്ഥന. അന്ന് 444 ദിവസം അമേരിക്കൻ നയതന്ത്രജ്ഞരെ ഇറാൻ തടവിലാക്കിയപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ തല താഴ്ന്നു പോയിരുന്നു. സമാനമായ ഒരു സാഹചര്യം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുമെന്ന സംശയമാണ് ഉയരുന്നത്. ഇറാൻ വെടിവെച്ചിട്ട വിമാനത്തിലെ 2 പൈലറ്റുമാരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ പൈലറ്റിനെ കുറിച്ച് ഇതുവരെ വിവരമില്ല. ഈ പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് ഇറാൻ ഭരണകൂടം വലിയ തുക പ്രതിഫലം പ്രഖ്യാപിച്ചതോടുകൂടി യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പൈലറ്റ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അത് പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരീക്ഷണമായി മാറും. കൊല്ലുന്നതിനേക്കാൾ പൈലറ്റിനെ ഒരു വിലപേശൽ ആയുധമായി ഉപയോഗിക്കാനായിരിക്കും ഇറാന്റെ നീക്കം. ഇറാൻ ഭരണകൂടത്തിന്റെ മനഃശാസ്ത്രം കൃത്യമായി അറിയുന്നവർ പറയുന്നത് അവർ ഒരിക്കലും ആത്മഹത്യാപരമായ നീക്കങ്ങൾ നടത്തില്ല എന്നാണ്. പകരം ഓരോ നീക്കവും കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടിയായിരിക്കുമെന്ന്. തടവിലാക്കപ്പെടുന്ന പൈലറ്റിനെ അവർ ഉടൻ വധിക്കില്ല, മറിച്ച് പരമാവധി മാനസികമായി തളർത്താൻ ശ്രമിക്കും. മുൻ ബ്രിട്ടീഷ് നാവികരെ പിടികൂടിയപ്പോൾ അവരെ കണ്ണുകെട്ടി മരുഭൂമിയിലൂടെ നടത്തിച്ചു. വ്യാജ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഇറാൻ അവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ മാപ്പ് പറയിപ്പിക്കുന്ന നാടകങ്ങളും അവർ ആസൂത്രണം ചെയ്തേക്കാം. നിലവിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പ്രാദേശിക കമാൻഡർമാരിലേക്ക് എത്തിയതോടെ അവരുടെ പെരുമാറ്റം പ്രവചനാതീതമായിരിക്കും. പൈലറ്റിനെ പിടികൂടിയാൽ അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്താൻ കഴിയാത്ത രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനായിരിക്കും ഇവർ ശ്രമിക്കുക. അവിടെ വെച്ച് പൈലറ്റിനെ ലോകത്തിന് മുന്നിൽ ഒരു വിലപേശൽ വസ്തു പോലെ പ്രദർശിപ്പിക്കുന്നത് അമേരിക്കയുടെ ആത്മവീര്യം തകർക്കാനുള്ള തന്ത്രമാകും. ഇറാൻ എപ്പോഴും ക്ഷമയുള്ളവരാണ്.
മാസങ്ങളോ വർഷങ്ങളോ ഈ പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോയി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് മടിയുണ്ടാകില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തടവുകാരെ പീഡിപ്പിക്കുന്ന ചരിത്രമാണ് ഇറാന്റേത്. ഉറക്കം കെടുത്തുക, ഒറ്റപ്പെട്ട തടവറയിൽ പാർപ്പിക്കുക തുടങ്ങിയ രീതികൾ ഇവർ പൈലറ്റിന് മേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. തങ്ങൾ നേരിട്ട നാശനഷ്ടങ്ങൾക്ക് പകരമായി ഒരു അമേരിക്കൻ പൈലറ്റിനെ ഉപയോഗിച്ച് ലോകത്തിന് മുന്നിൽ മേൽക്കൈ നേടാനാകും ഇറാൻ ശ്രമിക്കുക. മറുഭാഗത്ത് നിൽക്കുന്നത് പ്രവചനാതീതമായി പെരുമാറുന്ന ട്രംപാണ്. 1979 ജിമ്മി കാർട്ടറെ പോലെയല്ല ട്രംപ് എന്ന് ഇറാന് നന്നായി അറിയാം. എങ്കിലും ഒരു അമേരിക്കൻ സൈനികൻ ഇറാന്റെ തടവിലാകുന്നത് വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയായിരിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈലറ്റിന്റെ മോചനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. അതിനാൽ തന്നെ സൈനികമായി നീങ്ങണോ അതോ നയതന്ത്ര ചർച്ചകൾ വേണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പെന്റഗൺ. പൈലറ്റിനെ പിടികൂടാൻ ഇറാൻ ഉടൻ തന്നെ അത് പ്രചാരണ ആയുധമാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ തകർച്ചയായി ഇതിനെ അവർ വ്യാഖ്യാനിക്കും. പൈലറ്റിനെ കൊണ്ട് നിർബന്ധമായും അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകും. അത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ അമർഷത്തിനും വൈകാരിക പ്രതികരണങ്ങൾക്കും കാരണമാകും. ഈ പറയുന്ന സാഹചര്യങ്ങൾ മുതലെടുത്ത് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി എത്തിയേക്കാം. ഇറാൻ ഇത്തരമൊരു ഹോസ്റ്റേജ് ക്രൈസിസ് ലക്ഷ്യം വെക്കുന്നത് ആഗോളതലത്തിൽ തങ്ങൾ ഇരകളാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആക്രമണത്തിന് ഇരയായവരാണ് തങ്ങളെന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ പൈലറ്റിനെ അവർ ഉപയോഗിക്കും. അതേസമയം ഹോർമോസ് കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള വിലപേശൽ ആയുധമായും ഈ സൈനികനെ അവർ കണ്ടേക്കാം. ഇസ്രയേലിന്റെ ഇടപെടലുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ പൈലറ്റിന്റെ ജീവൻ വലിയൊരു നയതന്ത്ര യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറും. പൈലറ്റിനായുള്ള രക്ഷാദൗത്യം അതീവ ദുഷ്കരമായിരിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഉൾനാടൻ പ്രദേശങ്ങളിൽ ചെന്ന് പൈലറ്റിനെ വീണ്ടെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. പൈലറ്റ് കൊല്ലപ്പെടുകയോ ദീർഘകാലം തടവിൽ കഴിയുകയോ ചെയ്താൽ അത് ട്രംപ് ഭരണകൂടത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈനികർക്കുണ്ടായ മാനസികാഘാതം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ കൈകളിൽ ഒരു അമേരിക്കൻ പൈലറ്റ് അകപ്പെടുക എന്നത് വെറും ഒരു സൈനിക പരാജയമല്ല, മറിച്ചൊരു വലിയ രാഷ്ട്രീയ ദുരന്തത്തിന്റെ തുടക്കമായിരിക്കും. പൈലറ്റ് തിരിച്ചെത്തുന്ന ഓരോ നിമിഷവും അമേരിക്കൻ ഭരണകൂടത്തിന് നെഞ്ചുടിപ്പിന്റെ കാലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.